അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ടെസ്ല മേധാവി ഇലോൺ മസ്കും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാകുന്നതിനിടെ വിഷയം അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാവുകയാണ്. ഇലോൺ മസ്കിന് രാഷ്ട്രീയ അഭയം നൽകാൻ തയ്യാറെന്ന് റഷ്യ നിലപാടെടുത്തു. ഇതോടെ വിഷയത്തിന്റെ ഗതി മാറി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ദി റഷ്യൻ ഫെഡറേഷന്റെ ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ദിമിത്രി നോവിക്കോവാണ് ഇത് സംബന്ധിച്ച പ്രതികരണം നടത്തിയത്. മസ്കിന് തികച്ചും വ്യത്യസ്തമായൊരു തന്ത്രമുണ്ടെന്ന് കരുതുന്നതായി അദ്ദേഹം പ്രതികരിച്ചു. അദ്ദേഹത്തിന് രാഷ്ട്രീയ അഭയം ആവശ്യമില്ലെന്നും ആവശ്യമെങ്കിൽ റഷ്യയ്ക്ക് നൽകാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. വൈറ്റ് ഹൌസ് മുൻ തന്ത്രജ്ഞൻ മസ്കിനെ അമേരിക്കയിൽ നിന്ന് നാടുകടത്തേണ്ട നിയമവിരുദ്ധ അന്യഗ്രഹ ജീവിയെന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ദിമിത്രി നോവിക്കോവ് പ്രസ്താവന നടത്തിയത്. ടെക് കോടീശ്വരന്റെ കമ്പനിയായ സ്പേസ് എക്സ് പിടിച്ചെടുക്കണമെന്നും അദ്ദേഹം US സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. മസ്കിന്റെ ഏറ്റവും ശക്തമായ വിമർശകരിൽ ഒരാളാണ് ബാനൻ. മസ്ക് ഒരു നിയമവിരുദ്ധ വിദേശിയാണെന്ന് അദ്ദേഹം വിമർശിച്ചു. മസ്കിനെ ഉടൻ രാജ്യത്ത് നിന്ന് നാടുകടത്തണമെന്നും സ്റ്റീവ് ബാനർ പറഞ്ഞിരുന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ബഹിരാകാശ യാത്രികരെ കൊണ്ടുപോകുന്ന സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ബഹിരാകാശ പേടകം അടച്ചുപൂട്ടുമെന്ന് മസ്ക് ഭീഷണിപ്പെടുത്തിയിരുന്നു. പേടകം അടച്ചുപൂട്ടുന്നത് ഗുരുതരമായ ഭീഷണിയാകാമെന്നും സ്പേസ് എക്സ് ഏറ്റെടുക്കാൻ ഡൊണാൾഡ് ട്രംപ് ഉത്തരവിൽ ഒപ്പിടണമെന്നും ബാനൻ വാദിച്ചു. രാഷ്ട്രീയ സാമ്പത്തിക വിഷയങ്ങളെ ചൊല്ലിയാണ് US പ്രസിഡന്റും ഇലോൺ മസ്കും തമ്മിലിടഞ്ഞത്. സാമൂഹിക മാധ്യമങ്ങളിലും പൊതുയിടങ്ങളിലും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഇരുവരും. അതിനിടയിലാണ് വിഷയത്തിൽ അന്താരാഷ്ട്ര ഇടപെടലുകൾ പുറത്തുവരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.